പെരുമ്പാവൂർ ഒക്കലിൽ വിമാനം അമിതമായി താഴ്ന്നു പറന്നതിനെ തുടർന്ന് സ്വകാര്യ വ്യക്തിയുടെ വീടിന്റെ മേൽക്കൂരയിലെ ഓടുകൾ തകർന്നു വീണു. സംഭവ സമയത്ത് വീട്ടുകാർ വീടിന് പുറത്തായതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. മേൽക്കൂര പുനർനിർമ്മിക്കുന്നതിനായി 10,000 രൂപയിലധികം ചിലവ് വരുമെന്നാണ് വീട്ടുകാരുടെ കണക്കുകൂട്ടൽ. മുൻപും സമാനമായ സംഭവങ്ങൾ ഉണ്ടായ പരിസരവാസികൾ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും ഫലമുണ്ടാകാത്തത് മൂലം പരാതി നൽകാൻ തങ്ങൾക്ക് താൽപര്യമില്ലെന്ന നിലപാടിലാണ് വീട്ടുകാർ. ഒക്കൽ നമ്പിള്ളിക്കവലയ്ക്ക് സമീപം താമസിക്കുന്ന മാണിക്കത്താൻ ജോയിയുടെ വീട്ടിലാണ് വിചിത്രമായ സംഭവം ഉണ്ടായത്. വീടിന് മുകളിലൂടെ വിമാനം താഴ്ന്നു പറന്നതോടെ ജോയിയുടെ വീടിന്റെ മേൽക്കൂരയുടെ ഭാഗമായുള്ള ഓടുകൾ നിലത്ത് വീണ് തകർന്നുപോയി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇറങ്ങുവാനുള്ള വിമാനങ്ങളിൽ ഒന്ന് താഴ്ന്നു പറന്നതാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്നാണ് ജോയിയുടെ കുടുംബം പറയുന്നത്. വിമാനത്തിൽ നിന്ന് അതിശക്തമായ കാറ്റടിച്ചത് മൂലം 150ലധികം ഓടുകൾ താഴെ വീണ് പൊട്ടിച്ചിതറി. ഇതിനു മുൻപും ഈ പ്രദേശത്ത് സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് വീട്ടുകാരുടെ പക്ഷം. പലതവണ അധികൃതരോട് പരാതി പറഞ്ഞിട്ടും യാതൊരു ഫലവും ഉണ്ടായിട്ടില്ല. അതിനാൽ തന്നെ ഇത്തവണയുള്ള സംഭവത്തിലും ആരും പരാതി നൽകുവാൻ തയ്യാറായിട്ടുമില്ല. അപകടം നടക്കുമ്പോൾ ജോയിയുടെ പിതാവ് വർഗീസ് മുറ്റത്തിനോട് ചേർന്ന് തന്നെ ഉണ്ടായിരുന്നുവെങ്കിലും മറ്റ് പരിക്കുകളേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. നിലത്ത് വീണ് പൊട്ടിച്ചിതറിയ ഓടുകളെല്ലാം തന്നെ ഉപയോഗശൂന്യമായി പോയതായും ഏകദേശം 10,000 രൂപയ്ക്ക് മുകളിൽ നാശനഷ്ടം സംഭവിച്ചതായും വീട്ടുകാർ പറഞ്ഞു. സംഭവിച്ചത് ഒരു 4:30 കഴിഞ്ഞപ്പോൾ ഭയങ്കര സൗണ്ടിൽ വന്നു. ഭയങ്കര സൗണ്ട് കേട്ട് കഴിഞ്ഞിട്ട് ഒരു കാറ്റും ഇതോടും കൂടി ഞെരിഞ്ഞെരിന്ന് ഓട് ഇറക്കി വീണു. കാരണം പ്രളയം പോയിരുന്നില്ല, അതിനുമ്പോൾ ഒരു കുഴപ്പമില്ല, വളരെ ശാന്തമായിട്ട് മഴയൊന്നുമില്ല, ഒരു കാറ്റുമില്ലാണ്ട് ചുമ്മാ നല്ല സമയമായിരുന്നു. താഴ്ന്നു പറയണമായിരുന്നു. താഴ്ന്നു പറയുമ്പോൾ ഏറ് കുത്തി കഴിയുമ്പോൾ എവിടെ ഒന്ന് കുത്തണോ അവിടെ അത്രയുടെ പരിപാടിയാണ്. പരാതി ആരോട് പറഞ്ഞില്ല. പരാതി ആവുന്ന ആ പ്രസാദ് കൊടുത്തിട്ട് ഒരു മറുപടിയും കിട്ടിയില്ല. അവന്റെ ഈ കൊല്ലം പോയി കഴിഞ്ഞ കൊല്ലം പോയി 2-3 കൊല്ലം അടുപ്പിച്ച് പോകണ്ട 8-10 കോടി വീതം ജനതി പ്ലാൻ പോകുന്നത്. അപ്പൊ നാട്ടിലുണ്ടായിരുന്നു, പോയി തൊട്ടടുത്ത വീട്ടിലുണ്ടായിരുന്നു. അവൻ നെന്മശ്ശേരിയിൽ അവർക്ക് പരാതി കൊടുത്തു, ഒരു പ്രയോജനം ഉണ്ടായില്ല. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാഴ്ച പരിശോധിക്കുവാൻ ക്വാളിഫൈഡ് ഒപ്ട്രോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്. KR ഒപ്റ്റിക്കൽസ്, നിയർ ഫെഡറൽ ബാങ്ക്, പള്ളുരുത്തി. KR ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരുവേലിപ്പടി. KR ഒപ്റ്റിക്കൽസ്, കമ്പർഷൻ മുക്ക്, കുമ്പളങ്ങി.